ആഗോള സംരംഭക കൂട്ടായ്മയായ BNI അച്ചീവേഴ്സ് സംഘടിപ്പിച്ച വ്യാപാര വ്യവസായ സംഗമം ക്രിയേറ്റീവ് ബ്രിഡ്ജ് ചരിത്ര സംഗമമായി മാറി. ജീവിത വിജയം കൈവരിച്ച സംരംഭക, മികവിൽ വലിയ വാണിജ്യ ശൃംഖല കെട്ടിപ്പടുത്ത പ്രതിഭാശാലികളുടെ ജീവിതാനുഭവങ്ങൾ എന്നിവ വ്യാപാര വ്യവസായ മേഖലയിലെ പ്രതിനിധികൾക്ക് പ്രചോദനമായി. വ്യവസായികളും വ്യാപാരികളും കൈകോർക്കുന്നതിലൂടെ നാടിന്റെ വികസനത്തിൽ കാതലായ മാറ്റങ്ങൾ വരുമെന്ന് കോൺക്ലേവിൽ മുഖ്യ അതിഥിയായി സംസാരിച്ച എളനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് MD സജീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഹെയിൽസ്റ്റോൺ ഇന്നവേഷൻസ് CMD വില്യംസ് ജോസ് അമേരിക്കയിലേക്ക് യന്ത്രസാമഗ്രികൾ കയറ്റുമതി ചെയ്യാൻ 1.5 പതിറ്റാണ്ടുകാലത്തെ സ്വപ്ന സാഫല്യത്തെക്കുറിച്ചും അത് യാഥാർത്ഥ്യമായതിനെക്കുറിച്ചും വിശദീകരിച്ചു. മൗസി അവിൽ മിൽക്ക് സ്ഥാപകനും യുവസംരംഭകനുമായ അഷറർ മൗസിയുടെ ജീവിതകഥകൾ ഹർഷാരവത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. BNI അച്ചീവേഴ്സ് പ്രസിഡന്റ് സജീവ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ CP അബ്ദുൽ സലാം, കൺവീനർ J മഞ്ജുഷ, വൈസ് പ്രസിഡന്റ് അജിത് എന്നിവർ സംസാരിച്ചു. നമ്മളെ ബിസിനസ്സിൽ വരുന്ന ഒരു കസ്റ്റമർ ബിസിനസ് നടത്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബില്ല് തന്നു, ബില്ല് കൊടുത്തു, പൈസ തന്നു, താങ്ക് യു കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞയക്കുന്ന സമയത്ത് ഇതേ കസ്റ്റമർക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ ബിസിനസ് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല, ചോദിക്കാറില്ല, ചിന്തിക്കാറില്ല. സോ അതാണ് ഇവിടെ BNI പറയുന്നത് ഗിവേഴ്സ് ഗെയിൻ. ബിസിനസ്സിലും നമ്മൾ കൊടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അൺകണ്ടീഷണലി കൊടുത്തുകൊണ്ടിരിക്കുക. അതിവിടെ കൊടുക്കുന്ന കാര്യം റെഫറൻസ് ആണ്, ബിസിനസ് ആണ്. രണ്ടാമത്തെ കാര്യം ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് നടന്ന കാര്യം, നമ്മളൊരു ചാപ്റ്ററിൽ ഒരു മെമ്പർ ഒരു കസ്റ്റമറെ കാണാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മഴയ്ക്കായി കുറച്ചു നേരം നിൽക്കാം, ഒരു ചായ കുടിക്കാം എന്ന് പറഞ്ഞു ഒരു ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയ സമയത്ത് ഒരു തിയേറ്ററിന് താഴെയായിരുന്നു. ആ തിയേറ്ററിന്റെ ഓണർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ തിയേറ്ററിന്റെ ഓണറെ പോയി കണ്ട് സംസാരിച്ചു. ഒരു 10-15 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്കും നമ്മളുടെ അതേ ചാപ്റ്ററിലുള്ള ഡ്രസ് വർക്ക് ചെയ്യുന്ന, ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 7 ബിസിനസ്സാണ് അവിടുന്ന് ഒരൊറ്റ സമയം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത്. ഇയാൾക്ക് ബിസിനസ് ഒന്നുമില്ല, പക്ഷെ ഏതാനും മിനിറ്റുകൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് പുതിയ ബിസിനസ്സുകൾ ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ലൈഫ് ലോങ് ലേണിംഗ്, പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. UTV ന്യൂസ്, പാലക്കാട്.